സമൂഹത്തിൽ നടക്കുന്ന അക്രമങ്ങളിൽ സിനിമയ്ക്ക് പങ്കുണ്ടാകാം. എന്നാൽ എല്ലാം തുടങ്ങിയത് സിനിമയിൽ നിന്നാണെന്ന് പറയരുത്. സിനിമയ്ക്ക് മുൻപും ഇവിടെ അക്രമങ്ങളുണ്ട്. സിനിമകൾ ഉണ്ടാകുന്നത് വായുവിൽ നിന്നല്ല. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒരു കഥയായി എഴുതി അത് സംവിധായകൻ ചിത്രീകരിക്കുന്നതാണ് സിനിമ. പല സിനിമയുടെയും കഥയുണ്ടാവുന്നത് ഈ നാട്ടിൽ നടക്കുന്ന ചില ക്രൈംസിൽ നിന്ന് തന്നെയാണ്. അതിൽ നിന്നൊരു ഇൻസ്പിറേഷനും ഐഡിയയും കിട്ടിയാണ് പലരും കഥ എഴുതുന്നതും. ടർബോ അടക്കമുള്ള പല സിനിമകളും അങ്ങനെയാണ് സംഭവിച്ചത്. ടർബോയിൽ നടക്കുന്ന കാര്യങ്ങൾ റിയൽ ലൈഫിൽ നടന്ന ഒരു കാര്യമാണ്. അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ആ കഥ എഴുതിയത്. കണ്ണൂർ സ്ക്വാഡ് നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു ക്രൈമാണ്. ആ ക്രൈമിൽ നിന്നാണ് ആ സിനിമയുണ്ടായത്. അല്ലാതെ കണ്ണൂർ സ്ക്വാഡ് കണ്ടിട്ടല്ല അങ്ങനെ ഒരു ക്രൈം നടന്നത്. അങ്ങനെ ഒരു ക്രൈം നടന്നതുകൊണ്ടാണ് കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയുണ്ടായത്. അപ്പോൾ സിനിമയല്ല പ്രശ്നക്കാർ. പലരും സിനിമയായിട്ടും മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ സിനിമയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ഈ സമൂഹത്തിൽ നടക്കാൻ പല കാരണങ്ങളുമുണ്ട്. അതിന് കൃത്യമായ നടപടികൾ എടുക്കണം. അത് പിടിക്കപ്പെട്ടാൽ നല്ല രീതിയിൽ ശിക്ഷ നൽകണം. ലഹരികൾ ഉപയോഗിച്ചിട്ടും അക്രമങ്ങൾ ചെയ്തിട്ടും കൊന്നിട്ടും പിടിക്കപ്പെട്ടിട്ടും പോലും അവർക്ക് കൃത്യമായ ശിക്ഷയൊന്നും കിട്ടുന്നില്ല. അവർ വീണ്ടും ഈ സമൂഹത്തിൽ പഴയ പോലെ തന്നെ ഇറങ്ങി നടക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ പുതിയ പിള്ളേർക്ക് ഒരു ഇൻസ്പിറേഷനും വരും. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ള ആ ഒരു വിശ്വാസം, സത്യം പറഞ്ഞ ആ വിശ്വാസമല്ലേ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്നിട്ട് താഴേത് കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നന്ദി.